ഒന്ന് മുത്തലക്കാവുന്ന ദിക്ർ, ഉപാധി ഇല്ലാത്ത ദിക്ർ. അതായത് എപ്പോഴും ചെല്ലാം, എത്രയും ചെല്ലാം, അതിന് എണ്ണും കാര്യമൊന്നും. മറ്റൊന്ന് ഉപാധി ഉള്ള ദിക്ർ, അതാണ് വസബ്ബിഹൂഹു ബുക്റത്തൻ വഅസീല. പ്രഭാത സമയത്തും പ്രദോഷ സമയത്തൊക്കെ ഉണ്ടാവുന്ന പ്രത്യേകമാവുന്ന ദിക്റുകൾ, അതിന് ചില ഉപാധികൾ, ചില എണ്ണങ്ങളുണ്ടാവും. ഇപ്പം നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്ർ 33 33 33, അത് 33 തന്നെ എല്ലണം. പ്രത്യേകമാവുന്ന സമയങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാവാം, പ്രത്യേകമാവുന്ന എണ്ണങ്ങൾ അതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആണ് ആ ഉപാധിയുള്ള ദിക്റുകളെ ചെയ്യേണ്ടത്. അപ്പോൾ ഉപാധിയുള്ള ദിക്റുകളാണവട്ടെ, ഉപാധി ഇല്ലാത്ത ദിക്റുകളാവട്ടെ. ഇപ്പോൾ മഹാന്മാരാവുന്ന മശായിഖന്മാർ സമ്മതത്തോടു കൂടി ചെല്ലണേ. ഇപ്പോൾ 10 വട്ടം ഇത് ചെല്ലിക്കോ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 100 വട്ടം ചെല്ലിക്കോ എന്ന് പറഞ്ഞു. എന്നാൽ 100 വട്ടം തന്നെ ചെല്ലണം, എണ്ണം കുറക്കാൻ പറ്റൂല അവിടെ. അപ്പം അതിനൊക്കെ ഉപാധിയുള്ള ദിക്റുകളാണ്. അതിൻ്റെയൊക്കെ ഉപാധികൾ പാലിച്ചുകൊണ്ട് ചെയ്ത് അങ്ങനെ വിശുദ്ധമാവുന്ന ഈമാനാവുന്ന പ്രകാശത്തിനെ കൂടുതൽ പ്രകാശിപ്പിക്കുക. ആ പ്രകാശത്തിൻ്റെ രശ്മികൾ നമ്മുടെ ശരീരത്തിലേക്കൊക്കെ ഇറങ്ങി വരണം. നമ്മളെ കണ്ണിലത് വേണം. കണ്ണിൽ ആ പ്രകാശം വന്നു കഴിഞ്ഞാൽ കണ്ണുകൊണ്ടുള്ള മോശത്തരത്തിൽ അത് തടുക്കും. ചെവിയിൽ വേണം, നമ്മളെ കയ്യുമ്മൽ വേണം, നമ്മളെ ശരീരത്തിലുള്ള ഓരോ അവയവത്തിലേക്കും ആ പ്രകാശം ഇറങ്ങി വരണം.